അവൾ അവനെ ശ്രദ്ധിക്കാതെ നടന്നു. പെട്ടെന്ന് വായുവിലേക്ക് ഉയർന്ന പോലെ തോന്നിയവൾക്ക്. വയറിനു മുകളിലായി കൈ ചേർത്ത് അവളെ എടുത്തുയർത്തി നടന്നവൻ. റൂമിന് സൈഡിലായി ഉണ്ടായിരുന്ന അവൻ്റെ റെസ്റ്റ് റൂമിൻ്റെ ഡോർ തുറന്നവൻ അവളെയും കൊണ്ട് അകത്തേക്ക് കയറി. കിച്ചൺ, ബാത്റൂം, ബെഡ്റൂം സഹിതമുള്ള ഒരു കുഞ്ഞു ലക്ഷറി മുറി. വർക്ക് ലോഡ് ഉള്ളപ്പോൾ ഇവിടെ ചില ദിവസങ്ങളിൽ തങ്ങും അവൻ. റൂമിൽ സെറ്റ് ചെയ്തിരുന്ന ഒരു വാൾ ബെഡിലേക്ക് അവളെ കൊണ്ടെറിഞ്ഞവൻ. എന്താണ് നീ പറഞ്ഞത്? ഞാൻ നിന്നെ റേപ്പ് ചെയ്യാൻ നോക്കിയെന്നോ? ചുറ്റും നോക്കി. ആകെ മൊത്തം വിറച്ചവൾ. ഞാൻ ദേഷ്യത്തിൽ അറിയാതെയോ? നിനക്ക് റേപ്പ് എന്താണെന്ന് അറിയോ? ഞാൻ കാണിച്ചു തരാം. നീ നടന്നത് തന്നെ വെളിയിൽ പോയി പറഞ്ഞോ. അവൻ അവളുടെ അടുത്തേക്ക് വന്നു. പുറകിലേക്ക് നിരങ്ങി മാറി അവളുടെ ഒരു കാലിൽ പിടിച്ച് വലിച്ചവൻ. പോയിറക്കുന്ന ലാഘവത്തോടെ തന്നിലേക്ക് ചേർന്നവൻ. ഒരു പന്നിക്കെട്ട് തന്നിലേക്ക് വന്നു ചേർന്നതുപോലെ തോന്നിയവനെ. അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് എഴുന്നേറ്റു. കുതറിത്തെറിക്കുന്നവളെ ചുവരിനോട് ചേർത്ത് പിടിച്ചു. അവനെ കൈകൾ കൊണ്ട് മാന്തുകയും അടിക്കുകയും ചെയ്യുന്നവളെ കൈകൾ രണ്ടും മുകളിലേക്ക് ഉയർത്തി ചുവരിൽ ചേർത്ത് പിടിച്ചവൻ. അവൻ കാറ്റുപോലും കടക്കാത്ത രീതിയിൽ അവളോട് ചേർന്ന് നിന്നു. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നു. കുഞ്ഞു മുഖം, നീണ്ടു വിടർന്ന കണ്ണുകൾ, നേർത്ത പിങ്ക് കളറിൽ ചായം തേക്കാത്ത ചുണ്ടുകൾ, തന്നെ മാടി വിളിക്കുന്നത് പോലെ തോന്നിയവനെ. താഴ്ന്നു വരുന്ന അവൻ്റെ മുഖം കണ്ടവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. 2 നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും ഒന്നും സംഭവിക്കാത്തത് കൊണ്ട് പേടിയോടെ കണ്ണുകൾ തുറന്ന നിമിഷം അവളുടെ കഴുത്തിൽ മുഖം പൊഴ്ത്തിയവൻ. അവളുടെ കോളർ ബോണിന് ചുറ്റും നാവ് കൊണ്ടൊഴിഞ്ഞു. ആകെ ഒരു തരിപ്പ്. ദേഹം മുഴുവൻ രോമാഞ്ചം കൊണ്ട് വിറച്ചവളിൽ നിന്നും ഒരു ഏങ്ങൽ ഉയർന്നു. ഒന്നുകൂടി അവളെ തന്നോട് ചേർത്ത് പിടിച്ചവൻ അവളിൽ തൻ്റെ ഭാരം അമർത്തി. ആദ്യമായി ഒരാണിൻ്റെ ദേഹം അറിഞ്ഞവൾ. ദേഹം എന്തിനൊക്കെയോ മോഹിക്കുന്നുണ്ട്. അവളിലെ മാറ്റം തിരിച്ചറിഞ്ഞതും അവളിൽ നിന്നും കുറച്ചു മാറിയവൻ. അവളുടെ കാതോരം ചുണ്ടുകൾ ചേർത്തു. ഇപ്പോൾ ഈ നിമിഷം ഞാൻ ആഗ്രഹിക്കുന്നത് എന്തൊന്നും നീ ചെയ്തു തരും. നിന്നെ മുഴുവനായും എനിക്ക് തരും. റേപ്പ് പോയിട്ട് എനിക്കൊന്ന് ബലം പ്രയോഗിക്കേണ്ടി കൂടി വരില്ല. അതെനിക്കറിയാഞ്ഞിട്ടല്ല. പക്ഷെ എനിക്ക് നിന്നെ ആവശ്യമില്ല ഒന്നിനും. എൻ്റെ ടേസ്റ്റ് ഒത്ത പെണ്ണല്ല നീ. എന്നെ മോഹിപ്പിക്കാനോ ആഗ്രഹിപ്പിക്കാനോ പറ്റിയ ഒരു പ്രത്യേകതയും നിനക്കില്ല. പക്ഷെ നിനക്ക് ഞാൻ ചേർന്ന് നിന്നപ്പോഴേ ഫീൽ ആകുന്നുണ്ട് രേണുക. അവളെ ആകെ മൊത്തം നോക്കി മാറി നിന്നവൻ. അവൾ കണ്ണു മിഴിഞ്ഞ് അവനെ തന്നെ നോക്കി. താൻ എന്തുവാ കാണിച്ചേ? തനിക്കെന്താ പറ്റിയേ? രാവിലെ മുതൽ ഇയാളെ കാണുമ്പോൾ ഒക്കെയും എല്ലാം തനിക്ക് അതീതമായാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. അവൾക്കാകെ നാണക്കേട് തോന്നി. ഇവിടെ മിണ്ടാതെ വായും പൂട്ടി ഇരുന്നോളണം. ദീപ്തി തനിക്ക് ഡ്രസ്സും കൊണ്ടുതരും. മനസ്സിലായോ? അവൾ പാവയെ പോലെ തലയാട്ടി. അവൻ ദീപ്തിയെ വിളിച്ചു. ഓഫീസിൽ കയറിയപ്പോൾ തട്ടി വീണ മേശയിലൂടേക്ക് രേണുകയുടെ ഡ്രസ്സ് കയറിയെന്ന് പറഞ്ഞു. ഉടനെ തന്നെ രേണുക തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഡ്രസ്സ് എടുത്തു കൊണ്ടുവന്നു. ഓർക്കാപ്പുറത്ത് വല്ല യാത്രയും ഉണ്ടായാൽ അവൾ എപ്പോഴും തയ്യാറാക്കി വെച്ചിരുന്ന ബാഗിൽ വസ്ത്രങ്ങളുണ്ടാകും. 2 നിമിഷം കഴിഞ്ഞില്ല. വാതിലിൽ മുട്ട് കേട്ടവൻ തുറന്നു. അകത്തേക്ക് കയറി വന്നവൾ ഒരു ടോപ്പും ജീൻസും എടുത്തു. ഡ്രസ്സ് കൂട്ടിപ്പിടിച്ചു നിൽക്കുന്ന രേണുകയ്ക്ക് നൽകി. ആദ്യ വെളിയിലേക്ക് ഇറങ്ങി. സംശയത്തോടെ നോക്കിക്കൊണ്ട് ദീപ്തിയും. ടോപ്പ് മാത്രം എടുത്ത് ധരിച്ചവൾ പുറത്തേക്ക് വന്നു. ജീൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവളുടെ കോലം കണ്ട് ആദ്യം പൊട്ടിച്ചിരിച്ചു. അവൻ്റെ ചിരി കേട്ട് അതിശയത്തോടെ ദീപ്തി നോക്കി. കൗതുകത്തോടെ രേണു. ആകെ മൊത്തം നീളം കൂടിയ ഡ്രസ്സിൽ ഒരു കുഞ്ഞു കുട്ടിയെ പോലെ രേണുക ചൂളി നിന്നു. ഒരു കാര്യം ചെയ്യ് രേണുക, താൻ ലീവാക്ക്. ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ട് വർക്ക് ചെയ്യാൻ താൻ കംഫർട്ടബിൾ ആയിരിക്കില്ല അല്ലേ സർ? ദീപ്തി അസ്വസ്ഥതയോടെ പറഞ്ഞു. ലീവാക്കേണ്ട. താൻ പോയി വേറെ ഡ്രസ്സ് വാങ്ങിയിട്ടുകൊണ്ട് വാടോ. ഇവിടെ ഓപ്പോസിറ്റ് ഷോപ്പുണ്ട്. ആദി പറഞ്ഞതിന് രേണുക തലയാട്ടി സമ്മതം അറിയിച്ചു. ആദി വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. അതെ രേണുക, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഒരു സ്ഥാപനത്തിൽ അതിൻ്റെ ഡിഗ്നിറ്റിയോടെ പെരുമാറണം. പിന്നെ ഹീ ഈസ് നോട്ട് യുവർ ടൈപ്പ്. അതുകൊണ്ട് സാറിനെ ആകർഷിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള ചീപ്പ് പരിപാടികൾ വേണ്ട കേട്ടോ. ഒന്ന് പുച്ഛിച്ചതിൽ ചുണ്ടുകൊട്ടി ദീപ്തിയും ഇറങ്ങിപ്പോയി. അവളുടെ വാക്കുകളിൽ തറഞ്ഞു നിൽക്കുകയായിരുന്നു രേണുക. താനപ്പോൾ മനഃപൂർവ്വം ഡ്രസ്സ് കയറി അവനെ ആകർഷിക്കാൻ ശ്രമിച്ചു എന്നാണോ? അവൾക്ക് ദേഷ്യവും സങ്കടവും വന്നു. ടെക്സ്റ്റൈൽസിൽ ചെന്ന് തനിക്ക് പാകമായ ഒരു കുർത്തി ടോപ്പ് അവൾ വാങ്ങി. ട്രയൽ റൂമിൽ ചെന്ന് ചേഞ്ച് ചെയ്തു. ടെക്സ്റ്റൈൽസ് കവറിൽ തന്നെ ഇട്ടിരുന്ന ടോപ്പ് പൊതിഞ്ഞെടുത്തു. എന്തായാലും മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യണ്ട എന്നവൾ തീരുമാനിച്ചു. നേരെ ആദിയുടെ റൂമിലേക്ക് കയ്യിലിരുന്ന ഫയൽ വയ്ക്കാൻ കയറി. തിരികെ ഇറങ്ങിയതും അങ്ങോട്ടേക്ക് വന്ന ദേവിനെ കണ്ടു. അവൻ പരിചയഭാവത്തിൽ ചിരിച്ചെങ്കിലും അവൾ മൈൻഡ് ചെയ്തില്ല. എന്താടോ പ്രശ്നം? നേരത്തെ ഏട്ടനോട് അത് പറഞ്ഞത് കൊണ്ടാണോ? ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കേണ്ടടോ.
എന്തോ അവൾക്ക് ദേവിൻ്റെ നോട്ടവും ഭാവവും ഇഷ്ടമായില്ല. ചെറിയൊരു ചിരി വരുത്തിയിട്ട് മുന്നോട്ട് നടന്നു. അവൾ കുറച്ചു ദൂരം പിന്നിട്ട് നോക്കുമ്പോൾ അവൻ ആദിയുടെ റൂമിലേക്ക് കയറിയിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് ദീപ്തി വന്നപ്പോൾ രേണുക ടോപ്പ് തിരികെ കൊടുത്തു. എനിക്കിനി അത് വേണ്ടടോ, മറ്റൊരാൾ യൂസ് ചെയ്തത് ഞാൻ എങ്ങനെയായിരുന്നേ, താൻ തന്നെ അത് വെച്ചോ. അവൾ വല്ലാതെയായി. ഞാൻ അലക്കിക്കൊണ്ടു തരാം മാം. ഡോ, ഇയാൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാകില്ലേ? ഞാൻ ആരെന്ന് നിനക്കറിയോ? വെറുതെ ആവശ്യമില്ലാത്ത സംസാരത്തിന് വരേണ്ട. ടോപ്പ് ഇരുന്ന കവർ വാങ്ങി തറയിലേക്ക് എറിഞ്ഞവൾ. പിന്നെ ഒരു നേളനക്കം. ടോപ്പ് എടുത്തവൾ നിവർന്നു നോക്കി. ആദ്യമായിരുന്നു. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് സംശയഭാവത്തിൽ ഒന്ന് നോക്കിയിട്ട് അവൻ മുന്നോട്ട് നടന്നു. മോൾ ദീപ്തി മാഡത്തിനോട് പ്രശ്നമുണ്ടാക്കാൻ പോകേണ്ട കേട്ടോ. പിന്നിൽ ഒരു ചെറിയ ശബ്ദം കേട്ടവൻ തിരിഞ്ഞു നോക്കി. സൗമ്യ എന്നുള്ള ക്ലീനിങ് സ്റ്റാഫിലെ ചേച്ചിയാണ്. മോളിങ് വന്നേ, പറയട്ടെ. അവർ കണ്ണ് കാണിച്ചിടത്തേക്ക് രേണുക പോയി. സ്റ്റോർ റൂം പോലൊരു സെറ്റപ്പാണ്. ക്ലീനിങ് ഐറ്റംസ് ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. മോളെ, മീറ്റിംഗ് കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഇനി 10 മിനിറ്റ് ബ്രേക്ക് ഉണ്ട് മോളെ, അതാണ് ഞാൻ വിളിച്ചത്. ഈ ദീപ്തി മാഡം വിളഞ്ഞ വിത്താണ്. 10-15 വർഷമായി ഞാൻ ഇതുങ്ങളുടെ കൂടെ വീട്ടിലും ഇവിടെയുമായി ഉണ്ട്. ആദ്യം എനിക്ക് ആദികുഞ്ഞിൻ്റെ വീട്ടിലായിരുന്നു ജോലി. അവിടെ ആദികുഞ്ഞിൻ്റെ അച്ഛൻ ബാലചന്ദ്രൻ സാറാണ് എന്നെ നിർത്തിയിരുന്നത്. സാറിൻ്റെ ഭാര്യ, അതായത് ആദികുഞ്ഞിൻ്റെ അമ്മ പ്രസവത്തോടെ മരിച്ചു. പിന്നെ എൻ്റെ അമ്മയാണ് അവിടെ കുഞ്ഞിനെ നോക്കാനും മറ്റും നിന്നത്. കുഞ്ഞ് സ്കൂളിൽ ആയപ്പോഴാണ് ബാലു സാർ രണ്ടാമത് ശൈലജ ചേച്ചി കല്യാണം കഴിക്കുന്നത്. അതിലുണ്ടായ കുട്ടിയാണ് ശ്രീദേവ്. മറ്റുള്ള സ്ഥലത്ത് പോലെ രണ്ടാനമ്മ ഭാരമൊന്നുമല്ല, പാവമാണ്. ആരുടെ വകയിൽ ഏതോ അകന്ന ബന്ധുവിൻ്റെ മോളാണ് ഈ ദീപ്തി. ആദ്യ കുഞ്ഞിനെ കെട്ടാൻ വേണ്ടി പുറകെ നടക്കുവാണ്. പക്ഷെ കുഞ്ഞ് വക വയ്ക്കുന്നില്ല. എൻ്റെ അമ്മ മരിച്ച ശേഷം ഞാനും അവിടുത്തെ വീട്ടിൽ ജോലിക്ക് വന്നതാ. പിന്നെ കുറച്ചു നാൾ കഴിഞ്ഞു ബാലു സാർ മരിച്ചപ്പോൾ ഇവിടേക്ക് നിൽക്കാൻ ആദ്യ കുഞ്ഞു പറഞ്ഞു. ഓ, അപ്പോൾ ഇതാണ് ദീപ്തിക്ക് ഭയങ്കര പവർ പിടിച്ച സംസാരം. ശാന്തി ചേച്ചിയോട് സംസാരിച്ച് ഞാൻ ഒരു കോഫിയും എടുത്ത് കുടിച്ചു കൊണ്ട് നടന്നു. ചെന്ന് കസേരയിൽ ഇരുന്നില്ല. ആദ്യ സർ വിളിച്ചു. നമുക്ക് പ്രോജക്റ്റിൻ്റെ ഭാഗമായി ഒരു മീറ്റിംഗ് ഉണ്ട്, നാളെ തയ്യാറായി വരണം. 8 മണിക്ക് ഫ്ലൈറ്റ്, മുംബൈയിലാണ്. 3 days സ്റ്റേ. ഈശ്വര, 3 ദിവസം ഈ രാക്ഷസന്റെ ഒപ്പമോ? ഞാൻ ഞെട്ടി പകച്ചു നിന്നു.